അപ്പം കഴിച്ച് ആദർശാണ്. മനോഹരമായ പൂക്കൾ നിറഞ്ഞ ഈ സ്ഥലമില്ലേ, ഇത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള 4 സിസ്റ്റർമാർ നടത്തുന്ന മേരിവാഡ് എന്ന് പറയുന്ന സ്കൂളാണ്. ഇത് അവരുടെ കോൺവെൻ്റാണ്. എന്ത് മനോഹരമാണല്ലേ. അതേപോലെ തന്നെ മനോഹരമാട്ട അവരുടെ മനസ്സും. നാട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചിട്ട് കുറേ ആയി, അത് കഴിക്കാൻ കൊതിയാവുന്നു എന്നുള്ളൊരു വാക്കേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ എനിക്കും വില്ലിക്കും മുമ്പിൽ വെച്ച് നീട്ടിയത് അവരുടെ സ്നേഹമായിരുന്നു കേട്ടോ. നമ്മുടെ നാടൻ സ്റ്റൈലിൽ തേങ്ങാക്കൊത്തിട്ട് വരട്ടിയ ബീഫും വെള്ളയപ്പവും നേപ്പാളിൻ്റെ സ്വന്തം ഉരുളക്കിഴങ്ങ് കറിയും പിന്നെ ലെമൺ ടീയും ഒക്കെ ആയിട്ട് നമ്മൾക്ക് ഭക്ഷണം തന്നു. ഒരുപാട് സന്തോഷം. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. കൊതി കൊണ്ട് ഒത്തിരി കഴിച്ചു. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും മലയാളികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് അനുഭവിക്കുകയാണ്. അവരുടെ സ്നേഹവും നമ്മൾക്ക് കിട്ടി. അങ്ങനെ ഭക്ഷണത്തിന് നന്ദി പറഞ്ഞ് നാം അവിടെ നിന്ന് ഇറങ്ങി. നേരെ ചെന്ന് പെട്ടത് ഈ ഇല പറിക്കുന്ന ചേച്ചിമാരുടെ മുമ്പിലായിരുന്നു. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് അതുകൊണ്ട് കുറച്ച് നേരം നോക്കി നിന്ന്. പിന്നെയാണ് മനസ്സിലായത് ഇത് നമ്മുടെ അവിടുത്തെ ചൊറിയൻ തുമ്പയൊക്കെ പോലത്തെ ഒരു ഐറ്റം ഉണ്ടാ. നേപ്പാളികൾ ഇതിനെ പറയുന്ന സിസ്നു എന്നാണ് കേട്ടോ. ബട്ട് നമ്മുടെ ചൊറിയൻ തുമ്പയല്ല, പക്ഷെ അതേപോലത്തെ വേറൊരു ഐറ്റം. നമ്മൾ എറണാകുളത്താട്ട ചൊറിയൻ തുമ്പ എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്താ പറയണതെന്ന് അറിയാൻ പാടില്ല. ഇത് പക്ഷേ കുറച്ചും കൂടി ഡേഞ്ചറസ് ആണ് കേട്ടോ. കയ്യിൽ ചൊറിയ മാത്രമല്ല പൊള്ളിപ്പോകയാനും ചാൻസ് ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. അതുകൊണ്ട് ഇവർ ഈ കോല് വെച്ചാണ് ഇത് പറിക്കുന്നത്. ഇത് നമ്മ കറി വെക്കാനും ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. 2 കോലും വെച്ച് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ 2 കോലും വെച്ച് ഇല പറിക്കുന്നത് കാണുന്നത്. പിന്നെ നേപ്പാളിലെത്തി 2 മാസം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും നമ്മൾ കാണുന്നത് വ്യത്യസ്തങ്ങളായ പല കാഴ്ചകളുമാണ് കേട്ടോ. നമ്മുടെ യാത്ര തുടരേണ്ട എല്ലാവരും കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.